ഹലോ, ഗുഡ് ഈവനിങ്. ഓക്കെ. അപ്പൊ എല്ലാവരും എങ്ങനെ ഇവിടെ ലൈഫിൽ സക്സസ് ചെയ്യാം, എങ്ങനെ ഓൺലൈനിൽ നിന്ന് ഏൺ ചെയ്യാം എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഓടി വന്നിരിക്കുകയാണല്ലേ? ഓക്കെ. അപ്പൊ ഞാൻ ഫസ്റ്റ് നിങ്ങളെ കൺഗ്രാറ്റ്സ് ചെയ്യാണ്. നിങ്ങളുടെ എല്ലാ ടൈമും മാറ്റി വെച്ചിട്ട് ബാക്കി എല്ലാ കാര്യങ്ങളും നിങ്ങൾ മാറ്റി വെച്ചിട്ട് ഈ ഒരു വീഡിയോ കാണാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇപ്പം ഈ ഒരു സൂം സെഷൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ എല്ലാവരെയും കൺഗ്രാറ്റ്സ് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എടുത്തിരിക്കുന്ന ഒരു ഫസ്റ്റ് സ്റ്റെപ്പാണിത്. ഓക്കെ, നിങ്ങളുടെ സക്സസിലേക്ക് എടുത്തിരിക്കുന്ന ഒരു ഫസ്റ്റ് സ്റ്റെപ്പാണ്. സോ നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും നിങ്ങളുടെ എല്ലാ മീൻസ് ഓരോരോ ആവശ്യങ്ങളും നിങ്ങളുടെ ലൈഫിൽ വലിയൊരു സക്സസ് വരട്ടെ എന്ന് ഞാൻ മാനിഫെസ്റ്റ് ചെയ്യാണ്. ഓക്കെ, അപ്പൊ നമുക്ക് സെഷനിലേക്ക് പോകാം. ഫസ്റ്റ് ഞാൻ എന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം കേട്ടോ. എന്റെ പേര് റസ്ലിൻ. എന്റെ വീട് ഇവിടെ പത്തനംതിട്ട തിരുവല്ലയിലാണ്. ഞാൻ കറന്റ്ലി ട്രിവാൻഡ്രത്താണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാനൊരു ബി ഗ്രാജുവേറ്റ് ആണ്. അപ്പൊ ഇപ്പൊ കറന്റ്ലി വർക്കിംഗ് ആണ്. അതിന്റെ കൂടെ തന്നെ പാർട്ട് ടൈം ആയിട്ടാണ് ഈ ഒരു വർക്ക് ഞാൻ ചെയ്യുന്നത് കേട്ടോ, ഈ ഒരു ഓൺലൈൻ വർക്ക് ചെയ്യുന്നത്. അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ് ഞാൻ ഓൺലൈൻ വർക്ക് നോക്കിയെന്നൊക്കെ ഉള്ള ഒരു കാര്യം പറയാം. സോ ഒരു 9 to 5 ജോബ് ചെയ്തുകൊണ്ട് എന്റെ ലൈഫിലെ എല്ലാ കാര്യങ്ങളും എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയിരുന്നില്ല. എനിക്ക് അത്രയും വലിയ നല്ല ഇൻകം ഒന്നും ഇല്ല. പിന്നെ വീട്ടിലാണെങ്കിലും ഫിനാൻഷ്യലി നല്ല ഡൗൺ ആണ്. മമ്മി ഹൗസ് വൈഫ് ആണ്, പപ്പയ്ക്ക് വർക്ക് ഇല്ലാതിരിക്കുകയാണ്. അപ്പം വീട്ടിലെ കാര്യങ്ങൾ നോക്കണം. സോ ഞാൻ ഏൺ ചെയ്യുന്ന അത്രയും ഫുൾ എമൗണ്ട് ഞാൻ സീരിയസ്ലി പറയണം, അതിൽ നിന്ന് ഒരു പൈസ പോലും എടുക്കാതെ എനിക്ക് വീട്ടിൽ കൊടുക്കണം. കൊടുത്തേ പറ്റും. അത് കൊടുക്കുകയും ചെയ്യണം. അപ്പം അത് കാരണം എനിക്ക് ഇല്ലെങ്കിൽ വീട്ടിൽ വേറൊരു ആവശ്യം വന്നാൽ, വേറെ എന്തെങ്കിലും ഒരു അത്യാവശ്യ കാര്യം വന്നാൽ ഞങ്ങളുടെ കയ്യിൽ കാശെടുക്കാൻ 5 പൈസ കാശെടുക്കാനില്ല. അങ്ങനൊരു സ്ട്രഗിൾ ഉണ്ടായി. അപ്പം ആ ഒരു ടൈമിലാണ് എനിക്ക് എങ്ങനെയെങ്കിലും ഫിനാൻഷ്യലി രക്ഷപ്പെട്ടേ പറ്റൂ. സക്സസ് ആകണമെന്ന് ഞാൻ അത്രത്തോളം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അത് കാരണം തോറ്റു പോകാതെ ഞാൻ മുന്നോട്ട് നോക്കിക്കൊണ്ടിരുന്നു. സത്യം പറഞ്ഞാല് ഒരു ഓൺലൈൻ ജോബ്, ഒരു ജെന്യൂൻ ആയിട്ടുള്ള ഒരു വർക്ക് കിട്ടാൻ ഞാൻ നമ്മുടെ കൊറോണ സമയത്ത് തുടങ്ങിയതാണ് ഈ തിരക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പൊ നോക്കി എനിക്കിപ്പോ ലാസ്റ്റിൽ കിട്ടി. ഞാനിവിടെ ഈ ഒരു ഓൺലൈൻ ജോബിൽ ജോയിൻ ചെയ്തിട്ട് 4 മാസമേ ആയിട്ടുള്ളൂ. 4 മാസത്തിൽ ഞാനിപ്പോ 1,00,000 കൂടുതൽ സമ്പാദിച്ചിട്ടുണ്ട് ഇതുവരെ. ഐ എം സോ പ്രൗഡ്. ഭയങ്കര ഹാപ്പിയാണ്. നല്ല ബ്ലെസ്ഡ് ആയിട്ട് എനിക്കിപ്പോ ഫീൽ ചെയ്യുന്നു. കാരണം ഒരു ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ കയ്യിൽ ക്യാഷ് എടുക്കാനുണ്ട്. ഓക്കെ, ഒരു ദിവസം തന്നെ എനിക്ക് 2,000 to 10,000 വരെ ഇപ്പൊ ഏൺ ചെയ്യാൻ കഴിയുന്നുണ്ട്. സോ അത്രത്തോളം ഹാപ്പിയാണ്. ഇത്രയും ഏൺ ചെയ്യാൻ പറ്റുന്നുണ്ട് ഇപ്പൊ എന്നെ കൊണ്ട്. സോ അത്രയും സ്ട്രഗിൾസിന്റെ ഇടയിലും ഞാൻ എന്റെ ലൈഫിലേക്ക് എടുത്ത റിസ്ക്, ഞാൻ ഒരു സ്റ്റെപ്പ് എടുത്തതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇന്ന് ഈ ഒരു ലെവലിൽ എത്തിയതും നിങ്ങളോട് വന്ന് സംസാരിക്കുന്നത്. ഇത്രയും കോൺഫിഡന്റ് ആയിട്ട് വന്ന് ഞാൻ സംസാരിക്കുന്നതും അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് വർക്കിനെ കുറിച്ച് നോക്കാം. അപ്പൊ ഈ വർക്കിലേക്ക് പോകുന്നതിന് മുന്നേ എല്ലാവർക്കും ഒരു ചോദ്യം കാണും, ഈ ഓൺലൈൻ വർക്ക് എന്ന് പറയുന്നത് സ്കാം ആണോ, അത് ജെന്യൂൻ ആയിട്ടുള്ള വർക്കൊക്കെ ഉണ്ടോ എന്നുള്ളൊരു ചിന്ത കാണും. അപ്പൊ എനിക്ക് ഫസ്റ്റ് അതൊന്ന് ക്ലിയർ ചെയ്ത് തരണം. സ്കാമും ഉണ്ട്, പക്ഷെ ജെന്യൂൻ ആയിട്ടുള്ള ഇഷ്ടം പോലെ വർക്കുകളും ഉണ്ട്. അപ്പൊ എനിക്ക് അതൊന്ന് ഫസ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആക്കി തരണം. അപ്പം ഞാൻ ആദ്യം അതൊന്ന് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറയാം കേട്ടോ. അപ്പം ക്ലിയർ ആയിട്ട് കേൾക്കുക. നിങ്ങൾ കേട്ടിട്ട് ലാസ്റ്റിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കും. ഓക്കെ, ഇപ്പൊ സൂമിൽ സെഷൻ അറ്റൻഡ് ചെയ്യുന്നവരാണെങ്കിലും കഴിഞ്ഞിട്ട് ചോദിക്കാം. എനിക്ക് പേഴ്സണലി മെസ്സേജ് ചെയ്ത് ചോദിക്കാം. ഇല്ലെങ്കിൽ യൂട്യൂബിൽ ഇപ്പൊ എന്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളാണെങ്കിൽ പോലും നിങ്ങൾ കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എന്നോട് വന്ന് ചോദിക്കാം. ഓക്കെ, അപ്പം നിങ്ങളൊരു പേനയും പേപ്പറും എടുത്ത് ബുക്കും എടുത്ത് റെഡി ആയിട്ടിരുന്നോ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഉടനെ നോട്ട് ചെയ്ത് വെച്ചിരിക്കുക. പിന്നെ നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് പോയിന്റ് ആയിട്ട് തോന്നുകയാണെങ്കിൽ അത് നോട്ട് ചെയ്ത് വെച്ചിരിക്കുക കേട്ടോ. അപ്പൊ സെഷനിലേക്ക് പോകാം. ആദ്യം നമുക്ക് ജെന്യൂൻ ആയിട്ടുള്ള ഓൺലൈൻ വർക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് എനിക്ക് പറയാനുള്ളത് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്. കുറേ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനീസും കാര്യങ്ങളും ഇപ്പോൾ ഉണ്ട്, ജെന്യൂൻ ആയിട്ടുള്ളതും ഉണ്ട്. ഓക്കെ, നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും എന്ന് വെച്ചാൽ അതിൽ ഇൻവെസ്റ്റ്മെന്റ് ഉള്ളതും ഉണ്ട്, ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാത്തതും ഉണ്ട്. പക്ഷെ അവിടെയുള്ള ഒരു മീൻസ് അവിടെയുള്ള വർക്ക് എന്താണെന്ന് ഞാൻ പറയാം. അതിൽ വരുന്ന വർക്ക് എന്തായിരിക്കും എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് കുറെ പ്രോഡക്ട്സ് കാണും, ഫിസിക്കൽ പ്രോഡക്ട്സ് കാണും. ഓക്കെ, പിന്നെ ടാർഗറ്റ് കാണും. ഒരു മാസം ഇത്രയും ടാർഗറ്റ് കംപ്ലീറ്റ് ചെയ്യണം, ഇത്രയും പ്രോഡക്ട്സ് കംപ്ലീറ്റ് ചെയ്യണം, മീൻസ് സെല് ചെയ്യണം, അങ്ങനെയൊക്കെ ടാർഗറ്റ് കാണും. അതുപോലെ ഇത്രയും ആൾക്കാരെ അവരുടെ ടീമിൽ ജോയിൻ ചെയ്യിപ്പിക്കണം എന്നുള്ളത്. അതായത് ഒരു ടീം അവിടെ ബിൽഡ് ചെയ്ത് കൊണ്ടുപോകണം. അപ്പൊ ഇവർക്ക് എന്ത് ചെയ്യണം, ഈ പ്രൊഡക്റ്റും സെല് ചെയ്യണം, ഇവരുടെ ടീം ബിൽഡ് ചെയ്ത് ഇവരുടെ ടീമിൽ ജോയിൻ ചെയ്യുന്ന ആൾക്കാരും ഇവരെ പോലെ വർക്ക് ചെയ്യണം, എന്നാൽ മാത്രമേ ഏൺ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്. മനസ്സിലായോ? അതായത് നിങ്ങൾ ഈ മാസം 10 പേരെ ജോയിൻ ചെയ്യിപ്പിച്ചെന്ന് വെച്ചോ, നിങ്ങൾ അവർക്ക് ഇത്രയും പോയിന്റ് കംപ്ലീറ്റ് ചെയ്യണം, അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. എനിക്ക് ക്ലിയർ ആയിട്ട് അറിഞ്ഞൂടാ, ഇത്ര പോയിന്റ് കംപ്ലീറ്റ് ചെയ്യണം എന്നൊക്കെ പറയും. അപ്പൊ അത്രയും പോയിന്റ് ഒരു മാസത്തിൽ അവർ കംപ്ലീറ്റ് ചെയ്തിരിക്കണം. ഒരു 10 പേരെ ജോയിൻ ചെയ്യിപ്പിച്ചാൽ നെക്സ്റ്റ് മന്തും അതുപോലെ പിന്നെയും അവർ അത്രയും പേരെ ജോയിൻ ചെയ്യിപ്പിച്ചിരിക്കണം, പിന്നെയും ഈ പോയിന്റ് കംപ്ലീറ്റ് ചെയ്യണം, എന്നാൽ മാത്രമേ അവർക്ക് അവിടെ ഏൺ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതുപോലെയുള്ള വർക്കാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്നൊക്കെ പറയുന്നത്. അപ്പം ഇത് ജെന്യൂൻ ആണോ എന്ന് ചോദിച്ചാൽ ജെന്യൂൻ ആണ്. ഓക്കെ, ജെന്യൂൻ ആയിട്ട് അതിൽ വർക്ക് ചെയ്ത് ഏൺ ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷെ എന്താ പറയാ, നമ്മൾ അങ്ങനെ ഹാർഡ് വർക്ക് ചെയ്യണം, അങ്ങനെ കിടന്ന് കഷ്ടപ്പെട്ട് പണിയണം. അതിൻ്റെതായ പ്രഷറും കാര്യങ്ങളും ഒക്കെ കാണും. അപ്പൊ അതൊക്കെ ഫേസ് ചെയ്യാൻ റെഡി ആണ്. അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു പ്രശ്നം ഇല്ലെന്നുള്ളവര് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് വർക്കൊക്കെ നോക്കാം. ഞാൻ എന്തായാലും ഇവിടെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ചെയ്യുന്നില്ല. ഓക്കെ, പിന്നെ സെക്കൻഡ് ആയിട്ടുള്ള നമുക്ക് ജെന്യൂൻ ആയിട്ടുള്ള അടുത്തതാണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ്. ഇതാണ് ഞാൻ ചെയ്യുന്നത്. അപ്പൊ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഞാൻ എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്നൊക്കെ പിന്നെ പറഞ്ഞുതരാം. അപ്പൊ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ലേണിംഗ് പ്ലാറ്റ്ഫോം ആയിരിക്കും. നിങ്ങൾക്ക് കോഴ്സസ് ആയിരിക്കും അവിടെ ഉള്ളത്. അപ്പൊ ആ കോഴ്സ് നിങ്ങൾക്ക് പഠിച്ച് സ്കിൽ ഡെവലപ്പ് ചെയ്യാം. അതുപോലെ തന്നെ ആ കോഴ്സ് പ്രൊമോട്ട് ചെയ്ത് നിങ്ങൾക്ക് ഓൺലൈനിൽ നിന്ന് ഇൻകം ജനറേറ്റ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ നമ്മുടെ ഈ ഫ്ലിപ്കാർട്ട്, ആമസോൺ ഈ പ്ലാറ്റ്ഫോം ഒക്കെ ഒരു അഫിലിയേറ്റ് മാർക്കറ്റിംഗ് പ്ലാറ്റ്ഫോം ആണ്. ഓക്കെ, ഫ്ലിപ്കാർട്ട്, ആമസോൺ, നൈക്ക ഇതൊക്കെ എല്ലാവരും യൂസ് ചെയ്യുന്നതല്ലേ? എല്ലാവരും യൂസ് ചെയ്യുന്നതല്ലേ? അപ്പം ഈ ഫ്ലിപ്കാർട്ടിലൊക്കെ അവർ സെല് ചെയ്യുന്നത് ഫ്ലിപ്കാർട്ടിന്റെ പ്രോഡക്ട്സ് ആണോ? അല്ലല്ലോ, വേറെ കമ്പനി പ്രോഡക്റ്റ് അല്ലേ ഇവർ സെല് ചെയ്യുന്നത്. അപ്പൊ അതുപോലെയാണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറയാം. അതായത് വേറെ ഒരു കമ്പനിയുടെ പ്രോഡക്റ്റ് മിഡിലിൽ നിന്നിട്ട് അതിനെ പ്രൊമോട്ട് ചെയ്ത് ക്ലയൻസിലേക്ക് എത്തിക്കുന്നു. അപ്പം ഇത് ചെയ്യുന്നത് ത്രൂ സോഷ്യൽ മീഡിയ ആണ് കേട്ടോ. ഇത് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് ഈസി ആയിട്ട് എങ്ങനെ ചെയ്യാന്നൊക്കെ ഞാൻ പിന്നെ പറഞ്ഞുതരാം കേട്ടോ, ലാസ്റ്റ് പറഞ്ഞുതരാം.
ഓക്കെ, ഇതാണ് അപ്ലൈഡ് മാർക്കറ്റിംഗ്. അപ്പം ഇതും ജെന്യൂൻ ആയിട്ടുള്ള ഇഷ്ടംപോലെ കമ്പനീസ് ഉണ്ട്. അതും നോക്കി കണ്ട് ഗവൺമെന്റ് രജിസ്റ്റർ ആയിട്ടൊക്കെ ഉള്ളത് നോക്കി കണ്ട് മാത്രം ജോയിൻ ചെയ്യാം. നെക്സ്റ്റ് അടുത്ത ജെന്യൂൻ ആയിട്ടുള്ള ഒരു വർക്കാണ് ഫ്രീലാൻസിങ്. ഫ്രീലാൻസ് ചെയ്ത് നിങ്ങൾക്ക് ഒരു ഫ്രീലാൻസർ ആയിട്ട് വർക്ക് ചെയ്തിട്ട് ഓൺലൈനിൽ നിന്ന് നല്ലൊരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ നിങ്ങൾക്ക് അവിടെ സ്കില്ല് വേണം. നിങ്ങൾക്ക് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ കുറിച്ച് ഒന്നെങ്കിലും അറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിംഗ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. അങ്ങനെ കുറെ കാര്യങ്ങൾ, ഈ ലീഡ് ജനറേറ്റ് ചെയ്യുന്നത് എങ്ങനെ, അങ്ങനത്തെ ഐഡിയാസോ സ്കിൽസോ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഒരു ഫ്രീലാൻസർ ആയിട്ട് തന്നെ ഓൺലൈനിൽ വർക്ക് ചെയ്ത് ഏൺ ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയായിരിക്കും അല്ലേ. നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇഷ്ടം പോലെ ആൾക്കാരെ കാണാറുണ്ട്. പെയ്ഡ് പ്രൊമോഷൻ അല്ലെങ്കിൽ കൊളാബറേഷൻ ഒക്കെ ചെയ്യുന്ന ഇഷ്ടം പോലെ ആൾക്കാരെ കാണാറില്ല നിങ്ങൾ? അല്ലെ, എല്ലാവരും കാണാറുണ്ട് അല്ലെ. അപ്പൊ അവരാണ് ഇൻഫ്ലുവൻസേഴ്സ്. അപ്പം അതിനും നമ്മൾ ആദ്യം കഷ്ടപ്പെടണം. നിങ്ങൾ ആദ്യം അതിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യണ്ടേ. ഇൻവെസ്റ്റ് ചെയ്യാതെ ഒരു അക്കൗണ്ട് മാത്രം ഓപ്പൺ ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് കൊളാബ് ചെയ്യാനോ അല്ലെങ്കിൽ പ്രൊമോട്ട് ചെയ്യാനോ ആരെങ്കിലും പ്രൊഡക്റ്റ് തരുമോ? ഇല്ല. നമ്മൾ ആദ്യം നമ്മുടെ കയ്യിൽ നിന്ന് പ്രൊഡക്റ്റ് ഒക്കെ ഇട്ട് നമ്മൾ അങ്ങനെ പ്രൊമോഷൻ ഒക്കെ ചെയ്ത് കുറച്ച് റീച്ച് ഒക്കെ ആവുമ്പോഴാണ് നമുക്ക് പിന്നെ പെയ്ഡ് പ്രൊമോഷൻ ഒക്കെ വന്ന് തുടങ്ങുന്നത് അല്ലേ. അപ്പൊ അങ്ങനെ ഒരു ഇൻഫ്ലുവൻസർ ആയിട്ട് വേണമെങ്കിൽ വർക്ക് ചെയ്ത് ഏൺ ചെയ്യാം. പിന്നെ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആരാണ്? നമ്മുടെ യൂട്യൂബ് ചാനൽസ്, പിന്നെ ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിലും ഉണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അതൊക്കെയാണ് കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് വർക്ക് ചെയ്യാം. ഓക്കെ, യൂട്യൂബ് ചാനൽ തുടങ്ങാം. അതിനും എന്ത് വേണം? ഇൻവെസ്റ്റ്മെന്റ് വേണം. ചുമ്മാ തുടങ്ങാൻ പറ്റില്ല അല്ലേ. അത്രയും നല്ല ക്യാമറാസ് വേണം, അത്രയും ക്വാളിറ്റി വേണം. എന്നാലേ നമുക്ക് പെട്ടെന്ന് നമ്മുടെ വീഡിയോസ് ഒക്കെ റീച്ച് ആവത്തുള്ളൂ. പിന്നെ എന്താണ്, മൈക്ക്, ട്രൈപോഡ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വേണം. പിന്നെ ഇപ്പം ബ്യൂട്ടി ബ്ലോഗർ ആണെങ്കിൽ അതിന്റെ കുറച്ച് തിങ്സ് വേണം. ഓക്കെ, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് അതിലും അല്ലേ. നെക്സ്റ്റ് ട്രേഡിംഗ് ചെയ്ത് നല്ല ഇൻകം നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഒരു സൂപ്പർ ആയിട്ടുള്ള ഒരു വർക്കാണ് കേട്ടോ ട്രേഡിംഗ്. പക്ഷേ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ട്രേഡിങ്ങിനെ പറ്റി പഠിച്ചിട്ടില്ലെങ്കിൽ, അതിനെപ്പറ്റി അറിയത്തില്ലെങ്കിൽ ആ വഴിക്ക് പോകരുത്. കാരണം അത് വലിയൊരു ലോസ് കൂടെ ഉണ്ടാക്കി തരുന്ന ഒരു സംഭവമാണ്. അത് കാരണം പഠിച്ചിട്ട്, ട്രേഡിംഗ് കംപ്ലീറ്റ് നല്ല വൃത്തിക്ക് പഠിച്ചിട്ട് മാത്രം അതിനോട് ഇൻട്രസ്റ്റ് ഉള്ളവർ പോവുക. അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മുടെ ഓൺലൈനിൽ നമുക്ക് ജെന്യൂൻ ആയിട്ട് ഉള്ള ജോലികൾ. മനസ്സിലായോ? ഈ വെബ്സൈറ്റ് ഡിസൈനിങ് ഇതൊക്കെ നമ്മുടെ ഫ്രീലാൻസിംഗിൽ വരും കേട്ടോ. ക്ലിയർ ആയി? ഞാൻ ഇത്രയും പറഞ്ഞത് ക്ലിയർ ആയോ? ബോർ അടിക്കുന്നുണ്ടോ? ഇത്രയും പറഞ്ഞത് ക്ലിയർ ആണോ നിങ്ങൾക്ക്? ജസ്റ്റ് എന്തെങ്കിലും ഒന്ന് ചാറ്റിൽ ഇടുവോ? ഇത്രയും പറഞ്ഞത് ക്ലിയർ ആണോ? ജെന്യൂൻ ആയിട്ടുള്ള വർക്കാണ് ഞാൻ ഇതുവരെ പറഞ്ഞത് ഓൺലൈനിലെ. ഓക്കെ, താങ്ക് യു. ഓക്കെ, അപ്പം നെക്സ്റ്റ് ഇനി ഞാൻ പറയാം ഫേക്ക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഈ ഡേറ്റ എൻട്രി, ക്യാപ്ച ടൈപ്പിംഗ്, അതുപോലെ ഹാൻഡ് റിട്ടേൺ ജോബ്സ്, പിന്നെ ക്രിപ്റ്റോ, ഇതിലും വരും ട്രേഡിങ്. ഇങ്ങനത്തെ പരിപാടികൾക്കൊക്കെ പോകാതിരിക്കുക. ഞാൻ ദയവ് ചെയ്ത് പറയാണ്, 100 അല്ല 1000% അത് സ്കാം ആയിരിക്കും. ഓക്കെ, ദയവ് ചെയ്ത് ഈ പരിപാടിക്ക് നിങ്ങളുടെ ക്യാഷ് കൊണ്ട് കളയരുത്. കളഞ്ഞിട്ടിരിക്കുന്ന നല്ല വിദഗ്ധർ ഇവിടെ കാണും. ആ കൂട്ടത്തിലുള്ള ഒരു വ്യക്തി തന്നെയാണ് ഞാനും. അപ്പം ദയവ് ചെയ്ത് ഇനി ആരും ഇതിന് പോകരുത്. ഓക്കെ, ഇതുവരെ നിങ്ങൾക്ക് ചിലപ്പോൾ ആരും പറഞ്ഞു തന്നിട്ടില്ലായിരിക്കാം, നിങ്ങൾക്ക് അറിയത്തില്ലായിരിക്കാം, നിങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കാം. പക്ഷേ ഇനി ആ പരിപാടിക്ക് പോകരുത്. ഒരിക്കലും ഡേറ്റ എൻട്രി ഒക്കെ ജെന്യൂൻ ആയിട്ടുള്ള വർക്കുകൾ ഉണ്ടടാ. അതൊക്കെ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? അതൊക്കെ ആ കോഴ്സുകൾ നമ്മൾ പഠിച്ചിട്ട്, അല്ലെങ്കിൽ ആ സ്കില്ല് നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ട് ഡയറക്റ്റ് നമ്മൾ കമ്പനിയിൽ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് അങ്ങനെ നമ്മൾ ചെയ്യേണ്ട വർക്കാണ് ഈ ഡേറ്റ എൻട്രി ഒക്കെ. അല്ലാതെ ഈ ഓൺലൈനിൽ തരുന്നതൊക്കെ പക്കാ ഫേക്കുകളായിരിക്കും. ഓക്കെ, ഈ ഹാൻഡ് റൈറ്റിംഗ് ജോബ്സ് അങ്ങനെ ഒന്നും ഇല്ല. ദയവ് ചെയ്ത് ഈ പരിപാടിക്കൊന്നും പോകാതിരിക്കുക. പിന്നെ ഞാൻ ട്രേഡിംഗ് ഈ കൂട്ടത്തിൽ പറയാനുള്ള കാര്യം, ട്രേഡിംഗ് ഞാൻ പറഞ്ഞു, നമ്മൾ പഠിച്ചിട്ട് നമ്മൾ ട്രേഡിംഗ് വർക്ക് ചെയ്യാം. ഓക്കെ, അങ്ങനെ ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്തോളൂ. പക്ഷേ അതല്ലാതെ നിങ്ങൾ ചില ആൾക്കാർ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യും, ഇങ്ങോട്ട് നമുക്ക് വന്ന് മെസ്സേജ് ചെയ്യും, നിങ്ങൾ 1000 രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് 2 ദിവസം കഴിയുമ്പോൾ 5000 ആയിട്ട് കിട്ടും, അല്ലെങ്കിൽ 10,000 ആയിട്ട് കിട്ടും, ട്രേഡിംഗ് ആണ് എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് ചെയ്യും. ദയവ് ചെയ്ത് അവർക്കൊന്നും ക്യാഷ് അയച്ചു കൊടുക്കാൻ പാടില്ല. ഓക്കെ, അപ്പം ഇങ്ങനത്തെ തട്ടിപ്പുകളിൽ പോയി പെടരുത്. ഓക്കെ, ഞാൻ ആദ്യമേ പറഞ്ഞു, ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. ഓൺലൈനിലാണെങ്കിലും ശരി, ഓഫ്ലൈനിലാണെങ്കിലും ശരി, നമ്മളൊരു വർക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ചെങ്കിലും ഇൻവെസ്റ്റ്മെന്റ് വന്നിരിക്കും. എന്നും പറഞ്ഞുകൊണ്ട് ഇൻവെസ്റ്റ്മെന്റ് ഉള്ളതെല്ലാം ജെന്യൂൻ ആണെന്നല്ല ഞാൻ പറയുന്നത്. മനസ്സിലായോ? ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ഒരു കാര്യത്തിലേക്ക് എടുത്ത് പോകുന്ന സമയത്ത് ആ കമ്പനിയെ കുറിച്ച്, അല്ലെങ്കിൽ ഇവർ എന്താണ് പറയുന്നത്, നിങ്ങൾക്ക് സാലറി ഇങ്ങോട്ട് തരാം, ഈ 1000 രൂപ നിങ്ങൾ 5000 രൂപയായിട്ട് തിരിച്ചു തരാമെന്ന് ഇവർ പറയുന്നില്ലേ? എന്താണ് അവർക്ക് ബെനിഫിറ്റ്? നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ. നമുക്ക് കാശ് തരാൻ ഒരു കമ്പനിക്ക് അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് നമ്മൾ ചെയ്യുന്നത് വർക്ക് കാരണം അവർക്ക് ഒരു ടേൺ ഓവർ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് അതിൽ നിന്ന് ഒരു സാലറി തരുന്നത് അല്ലേ. അല്ലാതെ ആരെങ്കിലും തരുമോ? നിങ്ങൾ കൊടുക്കുവോ? നമുക്ക് ഒരിക്കലും അങ്ങനെ കിട്ടില്ല. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഇതൊന്ന് ചിന്തിച്ച് ആലോചിച്ചിട്ട് വേണം കേട്ടോ ചെയ്യാൻ. ജെന്യൂൻ ആണോ എന്നൊക്കെ നോക്കിയിട്ട്. ഇതുവരെ നമുക്കൊക്കെ തെറ്റുകൾ പറ്റിയിട്ടുണ്ടായിരിക്കും. നമ്മൾ മനുഷ്യനാണ്, തെറ്റുകൾ പറ്റും, സാരമില്ല. അപ്പൊ ഇനി അതൊക്കെ ശ്രദ്ധിക്കാം കേട്ടോ. ഓക്കെ, അപ്പം ഇത്രയും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി ഞാൻ ചെയ്യുന്ന വർക്ക്, ഞാൻ ഏത് കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നതെന്നുള്ള ഡീറ്റെയിൽസ് പറയാം. ഓക്കെ, അപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനിയുടെ പേര് ബിസ്ഗുരുക്കൾ. ഓക്കെ, ഇതൊരു ഇ ലേണിംഗ് പ്ലാറ്റ്ഫോം ആണ്. ഒരു ഗവൺമെന്റ് രജിസ്റ്റേർഡ് വെബ്സൈറ്റ് ആണ്. ഓക്കെ, അപ്പൊ ഇപ്പൊ നമുക്ക് റീസെന്റ് ആയിട്ട് വന്ന ഒരു ഹാപ്പി ന്യൂസ് ആണ്. നമ്മുടെ കോഫൗണ്ടർ, ബിസ്ഗുരുക്കളുടെ കോഫൗണ്ടർ രോഹിത് ശർമ്മ സാറ് ജോഷ് ടോക്കിൽ വന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഇത് മീൻസ് ഡീറ്റെയിൽസ് ഞാൻ ഉറപ്പായിട്ടും സ്റ്റേറ്റസ് വെക്കുക കേട്ടോ. ഇത് ഞാൻ വെക്കും, അന്നേരം നിങ്ങൾ എല്ലാവരും നോക്കുക. അപ്പൊ ഇപ്പൊ റീസെന്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു ന്യൂസ് ആണത്. അപ്പൊ അത്രത്തോളം ജെന്യൂൻ ആയിട്ടുള്ള ഒരു വെബ്സൈറ്റ് ആണ് ഇത്. ഓക്കെ, അപ്പം ഇവിടെ നമുക്ക് എങ്ങനെയൊക്കെ നമുക്ക് ഇൻകം ജനറേറ്റ് ചെയ്യാം, എന്തൊക്കെ ബെനിഫിറ്റ് ആണ് ഇവിടെ ബിസ്ഗുരുക്കൾ തരുന്നതെന്നുള്ളത് പറയാം. ഫസ്റ്റ് ഞാൻ പറയാൻ പോകുന്നത് ഞാൻ ചെയ്യുന്ന വർക്ക്. ഇവിടാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എങ്ങനെയാണ് ഇവിടെ 1 lakh ഏൺ ചെയ്തതെന്നുള്ളത് കാണിക്കുന്നത്. എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം. ഓക്കെ, ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യും ഇടയ്ക്ക്, അന്നേരം ഒന്ന് പറയണം. അന്നേരം ഫോൺ എല്ലാവരും എടുത്ത് സ്ക്രീൻ നോക്കണം കേട്ടോ.
അപ്പൊ ഞാൻ ഇവിടെ ചെയ്യുന്നത് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ആണ്. അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ഒരു ബയറിന്റെയും സെല്ലറിന്റെയും ഇടയിൽ നിന്നിട്ട് നമ്മൾ ഒരു പ്രൊഡക്റ്റിനെ പ്രൊമോട്ട് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു മിനിറ്റ് ഞാൻ ഇച്ചിരി വെള്ളം കുടിച്ചോട്ടെ. ഓക്കെ, സോറി. ഓക്കെ, അപ്പം ഒരു ബയറിന്റെയും സെല്ലറിന്റെ ഇടയിൽ നിന്നിട്ട് നമ്മൾ ഒരു പ്രൊഡക്റ്റിനെ പ്രൊമോട്ട് ചെയ്യുന്നതിനെയാണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ഫ്ലിപ്കാർട്ട് അല്ലെങ്കിൽ ആമസോൺ, ഈ വെബ്സൈറ്റുകളൊക്കെ ഇങ്ങനത്തെ ഒത്തിരി ഉണ്ട്. നൈക്ക, മിന്ത്ര, പർപ്പിൾ, ഒത്തിരി ഉണ്ടല്ലേ. അപ്പൊ ഈ വെബ്സൈറ്റുകളൊക്കെ നമുക്ക് എന്താണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ സെയിം കാര്യമാണ് ഞാൻ ഇവിടെ ചെയ്യുന്നത്. അപ്പൊ ഞാൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ബിസ്കുറുകൾ കമ്പനി ഇവിടെ നമുക്ക് പ്രൊഡക്റ്റ് തന്നിട്ടുണ്ട്. പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് കോഴ്സസ് ആണ്. ഓക്കെ, നമുക്ക് ഫിസിക്കൽ പ്രൊഡക്റ്റ് ഒന്നുമില്ല. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ നല്ല കാര്യം എന്ന് പറയുന്നത്. നമുക്ക് ഇവിടെ ഉള്ളത് കോഴ്സസ് ആണ്. ഓക്കെ, അപ്പൊ ഈ കോഴ്സ് ആണ് ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നത് ഇവിടെ ത്രൂ സോഷ്യൽ മീഡിയ. അപ്പൊ എങ്ങനെയാ ചെയ്യുന്നതെന്ന് ഞാൻ കാണിക്കാം. എല്ലാവരും നോക്കിക്കോ, സ്ക്രീനിലേക്ക് നോക്കിക്കോ. ഞാൻ എന്റെ ഇൻസ്റ്റാ പേജ് ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഇൻസ്റ്റാഗ്രാം, വാട്സപ്പ് ആണ്. ഓക്കെ, ഇത് രണ്ടുമാണ് ഞാൻ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ചെയ്യാൻ. വാട്സപ്പ് യൂസ് ചെയ്യുന്നത് സ്റ്റേറ്റസ് വെക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം എന്നെ ഇൻസ്റ്റാഗ്രാമിൽ കോൺടാക്ട് ചെയ്യുന്നവരോട് ഞാൻ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാനാണ് പറയാ. അപ്പൊ എന്റെ സ്റ്റേറ്റസും കാര്യങ്ങളും വെക്കുന്ന സമയത്ത് ഡെയിലി അവർ കാണാറുണ്ട്. ഓക്കെ, അപ്പം ഞാൻ ഇവിടെ എങ്ങനെ ചെയ്യുന്നതെന്ന് പറയാം. നിങ്ങൾ എന്റെ അക്കൗണ്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇട്ടിട്ടുള്ള റീൽസ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും അല്ലെ. ഇതുപോലെ നിങ്ങൾ ഡെയിലി റീൽസ് ഇടണം. ഫസ്റ്റ് ടാസ്ക് നിങ്ങൾക്ക് ചെയ്യാനുള്ള ഒരു വർക്ക്. ഓക്കെ, രണ്ടാമത്തെ വർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഡെയിലി സ്റ്റോറി വെക്കുക. ഓക്കെ, അപ്പം ഞാൻ സ്റ്റോറി വെച്ചിട്ട് അതൊക്കെ ഹൈലൈറ്റ് ചെയ്യാറുണ്ട്. എന്റെ ഹൈലൈറ്റ് കണ്ടോ, സർട്ടിഫിക്കറ്റ്, ക്വസ്റ്റൻ ആൻഡ് ആൻസർ, നമുക്ക് പൊതുവെ വരാറുള്ള കാര്യങ്ങൾ, ഇൻവെസ്റ്റ്മെന്റ് എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ ഈ കമ്പനിയുടെ ലീഗാലിറ്റി, ഈ കമ്പനിയെ കുറിച്ച്, അങ്ങനെ കുറേ കാര്യങ്ങൾ ഞാൻ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ കമ്പനിയെ കുറിച്ചിട്ടുള്ള, അപ്പം ഇതുപോലെ നമ്മളും സ്റ്റോറീസ് ഇടണം, ഹൈലൈറ്റ് ഒക്കെ സെറ്റ് ചെയ്യണം. നമ്മുടെ പേജ് ഇതുപോലെ പക്കയായിട്ട് കൊണ്ടുപോകണം. കാരണം എന്റെ പേജ് എടുത്ത് നോക്കിയാൽ ഒരാൾക്ക് അറിയാം, ഇവരൊരു ഓൺലൈൻ ബിസിനസ് ചെയ്യുന്നതാണ്, ഒരു ഓൺട്രപ്രണർ ആണെന്നുള്ളത് കണ്ട ജെന്യൂൻ ആയിട്ട് തോന്നണം. മനസ്സിലായോ? പിന്നെ ഒരു കാര്യം, നിങ്ങൾ ഫേസ് കാണിച്ച് തന്നെ ഇവിടെ വർക്ക് ചെയ്യണമെന്നില്ല. അതായത് നിങ്ങളുടെ ഫേസ് ഇവിടെ റിവീൽ ചെയ്യണമെന്ന് ഒരു ആവശ്യമില്ല. ഐഡന്റിറ്റി മറച്ചു വെച്ച് വർക്ക് ചെയ്യുന്ന ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. ചിലർക്ക് വീട്ടിൽ പറയാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയിരിക്കും ഓൺലൈൻ വർക്ക് ചെയ്യുന്നുള്ള കാര്യം. പക്ഷെ അവർക്ക് ഇൻകം ജനറേറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പൊ അങ്ങനെ വർക്ക് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. ഓക്കെ, അപ്പം നിങ്ങളെ ഫേസ് റിവീൽ ചെയ്യണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പം മനസ്സിലായല്ലോ. അഫിലിയേറ്റ് മാർക്കറ്റിംഗ് നിങ്ങൾക്ക് കോഴ്സ് പ്രൊമോട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. കോഴ്സ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഡെയിലി ഇവിടെ റീൽസ് ഇടും. എന്റെ പേജ് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഞാൻ ഡെയിലി ഇവിടെ റീൽസ് പോസ്റ്റ് ചെയ്യാറുണ്ട്. അതുപോലെ മോട്ടിവേഷണൽ കോഴ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇടാം. ഇതുപോലെ റീൽസ് പോസ്റ്റ് ചെയ്യുക, സ്റ്റോറി ഇടുക, അതുപോലെ വാട്സപ്പിൽ സ്റ്റേറ്റസ് വെക്കുക. ഇനി ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് എന്താണ് ഗുണം നിങ്ങൾക്ക് എന്ന ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കാണും അല്ലെ. ഇങ്ങനെ റീൽസ് ഇട്ടാൽ നിങ്ങൾക്ക് എങ്ങനെ ലീഡ് ജനറേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് കാണിക്കാം. ഫസ്റ്റ് നമ്മുടെ അക്കൗണ്ട് ഓട്ടോമാറ്റിക്കലി റീച്ച് ആകാൻ തുടങ്ങും. അതിനുള്ള തെളിവ് ഞാൻ കാണിക്കാം. എന്റെ അക്കൗണ്ട് റീച്ച് ആകുന്നത് നിങ്ങളൊന്ന് നോക്കിക്കേ. ജൂലൈ 12-ാം തീയതി വരെ എനിക്ക് അത്ര ഇല്ലായിരുന്നു, 1500 ഫോളോവേഴ്സ് ആണ് ഉള്ളത് അതുവരെ എന്റെ ഈ അക്കൗണ്ടിൽ. കാരണം ഈ അക്കൗണ്ട് ഞാൻ നേരത്തെ യൂസ് ചെയ്ത ഒരു അക്കൗണ്ട് ആയിരുന്നു കേട്ടോ. അത് കാരണം 18-ാം തീയതി ആയപ്പോഴത്തേക്കും 2000 ഫോളോവേഴ്സ് ആയി. കണ്ടോ, ഡേ ബൈ ഡേ അത് ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക്. കാരണം എന്റെ അക്കൗണ്ട് റീച്ച് ആകാൻ തുടങ്ങി, അത്രത്തോളം അക്കൗണ്ട് റീച്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്. അത് കാരണം എനിക്ക് അത്രത്തോളം ഫോളോവേഴ്സും വ്യൂസും ഒക്കെ കയറാൻ തുടങ്ങി. ഇതൊക്കെ എങ്ങനെയാണ് കിട്ടി തുടങ്ങിയെന്ന് ചോദിച്ചാൽ ഞാൻ കൺസിസ്റ്റന്റ് ആയിട്ട് ഇവിടെ റീൽസ് ഇടാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴാണ്. പിന്നെ ഇവിടെ റീൽസ് ഇടുന്നത് എങ്ങനെയാണ്, കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഞാൻ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് മാത്രമേ പറഞ്ഞു തരത്തുള്ളൂ കേട്ടോ. എങ്ങനെ റീൽസ് നമുക്ക് വ്യൂസ് കിട്ടാനുള്ളത്, ഇതുപോലെ റീച്ച് കിട്ടാൻ നമ്മൾ ചെയ്യേണ്ട കുറച്ച് ടിപ്സ് ഒക്കെ ഉണ്ട്. അത് ഞാൻ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് മാത്രമേ പറഞ്ഞു തരുള്ളൂ. മനസ്സിലായി? നമ്മുടെ അക്കൗണ്ട് അപ്പം റീച്ച് ആകും. റീച്ച് ആകുന്ന സമയത്ത് എന്ത് നടക്കും, എനിക്ക് എൻക്വയറീസ് വരും. ഈ വർക്ക് റിലേറ്റഡ് ആയിട്ട് എനിക്ക് വരുന്ന എൻക്വയറീസ് ആണ് ഇതൊക്കെ. അപ്പൊ ഇവർക്ക് ഞാൻ ഓട്ടോമാറ്റിക് മെസ്സേജ് ആണ് വെച്ചിരിക്കുന്നത്. ഡയറക്റ്റ് ആയിട്ട് എന്റെ നമ്പർ പോകും. കണ്ടോ, എന്റെ നമ്പർ പോകും. അവരെന്നെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യും. കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ അവർക്ക് ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുക്കും. ഇൻട്രസ്റ്റ് ഉള്ളവർ ജോയിൻ ചെയ്യും. പിന്നെ ഞാൻ ഇവിടെ ഈസി ആയിട്ട് വേറൊരു കാര്യം ചെയ്യാറുണ്ട്. ചില ദിവസങ്ങളിൽ, ഓക്കെ, എനിക്ക് എല്ലാ ദിവസവും പറ്റത്തില്ല. അപ്പം ചില ദിവസങ്ങളിൽ ഞാൻ ഇതുപോലെ ബൂസ്റ്റ് ചെയ്യും. നമുക്ക് ഇവിടെ കണ്ടോ, ബൂസ്റ്റ് ഓപ്ഷൻ ഉണ്ട്. അതുപോലെ ഞാൻ എന്റെ ഏതെങ്കിലും ഒരു റീൽസ് എടുത്ത് ബൂസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പൊ ഈ ബൂസ്റ്റ് ചെയ്യുന്നതിൽ കൂടുതൽ എന്താ കാര്യം വെച്ചാൽ, ഞാൻ ഇങ്ങനെ ബൂസ്റ്റ് ചെയ്യുന്ന ദിവസം സാധാരണ നോർമൽ ആയിട്ട് ഒരു 10 പേരാണ് എന്നെ അല്ലാതെ കോൺടാക്ട് ചെയ്യാറുള്ളെങ്കിൽ, ഞാൻ ഈ ബൂസ്റ്റ് ചെയ്യുന്ന ദിവസം എന്നെ ഒരു 60-70 പേരോളം കോൺടാക്ട് ചെയ്യും. മനസ്സിലായോ? അങ്ങനെ കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് എങ്ങനെയും അതിൽ നിന്ന് ഒരു 5 തൊട്ട് 10 വരെ ഉള്ള ആൾക്കാരെങ്കിലും എന്റെ ടീമിൽ വന്ന് ജോയിൻ ചെയ്യും, എന്റെ അടുത്ത് വന്ന് ജോയിൻ ചെയ്യും. അപ്പൊ ഒരാൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് തന്നെ എനിക്ക് 2000 രൂപ കമ്മീഷൻ കിട്ടും. ജോയിൻ ചെയ്യുന്ന വെച്ചാൽ എന്റെ ടീമിൽ വന്ന് ജോയിൻ ചെയ്ത്, ഞാൻ ടീം അല്ല അവിടെ ബിൽഡ് ചെയ്യുന്നത്, ഞാൻ പ്രൊമോട്ട് ചെയ്യുന്ന കോഴ്സ് അവരെടുക്കും എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. രണ്ടും നെറ്റ്വർക്ക് മാർക്കറ്റിംഗും അഫിലിയേറ്റ് മാർക്കറ്റിംഗും ഇവിടെ ആരും ഇരുന്ന് കൺഫ്യൂസ് ആക്കരുത്. അപ്പൊ ഞാൻ ഇവിടെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി, കോഴ്സ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന വർക്ക് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ റീൽസ് ഇടുന്നത്. അപ്പൊ ആ വർക്കിന് അവർ വന്ന് ജോയിൻ ചെയ്യുമ്പോൾ, അവർ ആ കോഴ്സ് എടുക്കുന്ന സമയത്ത് എനിക്ക് ഒരാൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് തന്നെ എത്ര കിട്ടും, 2000 രൂപ കിട്ടും. ഓക്കെ, പിന്നെ കൂടിയ പാക്കേജസ് എടുക്കുന്ന സമയത്ത് അതിനനുസരിച്ചുള്ള ബെനിഫിറ്റ് എനിക്ക് കിട്ടും. അതിനനുസരിച്ച് എന്റെ ടേൺ ഓവർ ചേഞ്ച് ആകും.
മനസ്സിലായോ? അപ്പൊ ഇങ്ങനെയാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ഇത് ഒരു ടെൻഷനും ഇല്ലാതെ ഈസി ആയിട്ട് ഹാപ്പി ആയിട്ട് ജസ്റ്റ് റീൽസ് എടുക്കുക, ഷെയർ ചെയ്യുക. ചില ദിവസങ്ങളിൽ ഇതുപോലെ ബൂസ്റ്റ് ചെയ്യും കേട്ടോ. എല്ലാം പറഞ്ഞു തരണമല്ലോ. ഞാൻ മാത്രം സക്സസ് ആയാൽ പോരല്ലോ. അതുകൊണ്ടാണ് ഞാൻ അത് പറഞ്ഞു തന്നത്. എന്റെ ലീഡേഴ്സ് ഒന്നും എനിക്കത് പറഞ്ഞു തന്നിട്ടില്ല. ഓക്കെ. അപ്പൊ ഇത്രയും കാര്യങ്ങളെ ഞാൻ ചെയ്യാറുള്ളൂ അഫിലിയേറ്റ് മാർക്കറ്റിംഗിൽ. ഈ വർക്ക് നമ്മൾ ചെയ്യാനുള്ളത് ഈസിയാണ് ഗൈസ്, ഇത്രയേ ഉള്ളൂ. പക്ഷെ നമുക്ക് ഇവിടെ മെയിൻ ആയിട്ട് വേണ്ടിയത് കൺസിസ്റ്റൻസി. നിങ്ങൾ ഒരു ദിവസമോ ഒരാഴ്ചയോ ചെയ്താൽ കിട്ടുന്നതല്ല ഇത്. ഓക്കെ, ചിലപ്പം 2 വീക്സ് ആകും, 3 വീക്സ് ആകും. ഗിവ് അപ്പ് ചെയ്യരുത്. എനിക്ക് അത്രയേ പറയാനുള്ളൂ. കാരണം ഒരു ബിസിനസ് ആണ്. ഞാനൊരു എക്സാമ്പിൾ പറയട്ടെ. നിങ്ങൾ ഒരു കട തുടങ്ങിയിട്ടിട്ട് നിങ്ങൾ ഒരു ഹോട്ടലോ ഇല്ലെങ്കിൽ ഒരു ബുട്ടീക്കോ തുടങ്ങിയിട്ടു. നിങ്ങൾ ചിലപ്പോൾ ലോൺ ഒക്കെ എടുത്തിട്ടായിരിക്കും തുടങ്ങിയത്. ഒരാഴ്ച തുടങ്ങിയിട്ട് കസ്റ്റമർ കിട്ടിയില്ലെന്ന് പറഞ്ഞ് നിങ്ങൾ ക്ലോസ് ചെയ്തിടുവോ ആരെങ്കിലും? അങ്ങനെ ആരെങ്കിലും ഇവിടെ ഉണ്ടോ? എടാ, ബൂസ്റ്റ് ചെയ്യുന്നതൊക്കെ എങ്ങനെയാണെന്ന് ഞാൻ പിന്നെ പറഞ്ഞുതരാം കേട്ടോ. അങ്ങനെ ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ഒരാഴ്ച ഞാനൊരു കട തുടങ്ങി, ഒരാഴ്ച എന്റെ കടയിൽ കസ്റ്റമർ വന്നില്ലെങ്കിൽ ഞാൻ പൂട്ടും. 2 ആഴ്ച വന്നില്ലെങ്കിൽ പൂട്ടും. കാരണം നമ്മൾ ലോൺ എടുത്ത് കഷ്ടപ്പെട്ടായിരിക്കും കട തുടങ്ങി വെച്ചിരിക്കുന്നത്. നിർത്തുവോ നമ്മള്? ഇല്ല. കാരണം നമുക്കറിയാം അതല്ലാതെ വേറെ വഴിയില്ല. കഷ്ടപ്പെടണം. കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ കട തുറന്നാലേ കസ്റ്റമർ വരുവുള്ളൂ എന്നറിയാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ കഷ്ടപ്പെടും. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഡെയിലി ചെയ്യും. അല്ലേ? രാവിലെ എഴുന്നേറ്റ് പോയി ഉറപ്പായിട്ടും ഷോപ്പ് ഓപ്പൺ ചെയ്തിരിക്കും. സെയിം. നിങ്ങൾ ഇവിടെ എങ്ങും പോകണ്ട. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ആ ഫോൺ യൂസ് ചെയ്ത് ഒരു റീൽസ് എങ്കിലും ഡെയിലി ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും? പറ്റില്ലേ? 1 2 ഒക്കെ ചെയ്യാം. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. ചെയ്ത് ഷെയർ ചെയ്യാൻ ഉറപ്പായിട്ടും എല്ലാവർക്കും പറ്റും. ഓക്കെ. അപ്പം വർക്ക് ഇവിടെ ചെയ്യാൻ ഈസിയാണ്. കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും സക്സസ് ആകാം. ഇവിടെ ലക്ഷങ്ങളുള്ള ആൾക്കാരാണ് ചെയ്യുന്നത്. ഒരു കാര്യം കൂടെ കാണിച്ചു തരാം കേട്ടോ. ഇപ്പം ഞാൻ പറയാറുണ്ട് ഇവിടെ ലാക്സ് വരെ ഏൺ ചെയ്യുന്ന ആൾക്കാരുണ്ട്. വിശ്വസിക്കത്തില്ല. അപ്പൊ ഞാൻ കാണിക്കാം. ഏൺ ചെയ്യുന്നവരുണ്ട് എന്നുള്ളത് ഞാൻ കാണിക്കാം. നമ്മുടെ ബിസ്ബുർക്കലിലുള്ള വ്യക്തിയാണ്, വർക്ക് ചെയ്യുന്നവരാണ്. പക്ഷെ നോർത്ത് സൈഡ് ആണ് കേട്ടോ. നോർത്ത് സൈഡിലുള്ള ഒരു വ്യക്തിയാണ്. എനിക്ക് തോന്നുന്നു ഈ 20 21 വയസ്സെങ്ങാണ്ടേ ഉള്ളൂ. അത്ര എങ്ങാണ്ടേ ഉള്ളൂ ഇയാൾക്ക്. അവരുടെ ഏണിങ്സ് ഉണ്ടോ? 1 crore കംപ്ലീറ്റ് ചെയ്തു അവര്. അപ്പം ഇതൊന്ന് ഞാനിപ്പോ ജസ്റ്റ് ഒന്നാണ് എടുത്ത് കാണിച്ചത്. ഇതുപോലെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. അപ്പം ഇത്രത്തോളം ഇവിടെ ഏൺ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ കൺസിസ്റ്റൻസി ഹാർഡ് വർക്ക് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും പറ്റും. ഓക്കെ. അപ്പൊ ഈ വർക്കാണ് ഞാൻ ഇവിടെ ചെയ്യുന്നത്. ഈ വർക്ക് ചെയ്താണ് ഞാനും ഇതുവരെ ഇവിടെ ലാക്സ് ഏൺ ചെയ്തിട്ടുള്ളത്. ഉറപ്പായിട്ടും ഷുവർ ആയിട്ട് ഞാനും പെട്ടെന്ന് ആ ക്രോർസിലെത്തും. ഓക്കെ. പിന്നെ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ചെയ്യുന്നത് കൊണ്ട് വേറെ ഈ കമ്പനി നമുക്ക് തരുന്നത് പ്രൊവൈഡ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ്. നമുക്ക് റെക്കഗ്നേഷൻ ഒക്കെ കിട്ടും കേട്ടോ. ഞാൻ ഇപ്പം കാണിച്ചില്ലേ, ആ കുട്ടിക്കൊക്കെ റെക്കഗ്നേഷൻ ഒക്കെ കിട്ടിയിട്ടുണ്ട് സ്റ്റേജിൽ. അതായത് നമുക്ക് അതിൻ്റെതായ ട്രോഫീസും കാര്യങ്ങളും അങ്ങനെയൊക്കെ തരും. പിന്നെ നമുക്കുള്ളത് ഇന്റർനാഷണൽ ട്രിപ്പ്, നാഷണൽ ട്രിപ്പ്, അതൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ അഫിലിയേറ്റ് മാർക്കറ്ററായിട്ട് കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോൾ കിട്ടും. ഓക്കെ. ഇത്രയും ക്ലിയർ ആയോ? ഞാൻ എന്താണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് മനസ്സിലായോ എല്ലാവർക്കും? ഓക്കെ, ഗ്രേറ്റ്. നെക്സ്റ്റ് ഇനി ഈ കമ്പനിയിൽ മാം എനിക്ക് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ഒന്നും പറ്റത്തില്ല, എനിക്ക് ഈ പ്രൊമോഷനോടൊന്നും താല്പര്യമില്ല, റീൽസ് ഇടാനൊന്നും എനിക്ക് വയ്യ, ഇങ്ങനെയൊക്കെ ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ടാമത് ഈ കമ്പനി തരുന്ന ഓപ്ഷനാണ് ഫ്രീലാൻസിങ്. പക്ഷേ ഈ ഫ്രീലാൻസിംഗിൽ ഒരു കാര്യമുണ്ട്, നിങ്ങൾ കോഴ്സ് പഠിക്കണം. ഓക്കെ. അത് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന കാര്യമാണ്. നിങ്ങൾ നിങ്ങളുടെ സമയം കണ്ടെത്തി നിങ്ങളുടെ കൺവീനിയന്റ് ടൈമിൽ നിങ്ങൾക്ക് പഠിക്കാം. പക്ഷേ നിങ്ങൾ തന്നെ അതിന് സമയം കണ്ടെത്തി ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് പഠിക്കുക. പഠിച്ചിട്ട് നമുക്ക് ഇവിടെ MCQ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. എക്സാം ആണ് കേട്ടോ. അപ്പൊ MCQ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഓൺലൈനിൽ തന്നെ. അപ്പൊ എക്സാം അറ്റൻഡ് ചെയ്യുക. ആ സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് ഫ്രീലാൻസർ ആയിട്ട് വർക്ക് ചെയ്യാം. അപ്പൊ ഫ്രീലാൻസറിംഗ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് നിങ്ങൾ ഇൻസ്റ്റാഗ്രാം സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് കണ്ടിട്ടുണ്ടായിരിക്കും, ഇത്രയും ലീഡ്സ് ജനറേറ്റ് ചെയ്യുന്നത് തരും, അല്ലെങ്കിൽ കുറഞ്ഞ ചെലവിൽ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഇത്രയും ഫോളോവേഴ്സ് ആക്കി തരും എന്നൊക്കെ കണ്ടിട്ടില്ലേ? അവരൊക്കെ ഫ്രീലാൻസേഴ്സ് ആണ്. ഓക്കെ. പിന്നെ അതുപോലെ നമുക്ക് ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ്, വെബ്സൈറ്റ് ഡിസൈനിങ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് നമുക്ക് ഡയറക്റ്റ് കമ്പനിയിൽ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് വീട്ടിലിരുന്ന് തന്നെ വർക്ക് ചെയ്യാം. അങ്ങനെ വർക്ക് ചെയ്യുന്ന ഒത്തിരി സ്റ്റുഡൻസും നമുക്കുണ്ട് കേട്ടോ ഈ കമ്പനിയിൽ. അപ്പൊ അങ്ങനെയും നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. ക്ലിയർ ആയോ? ഇതാണ് ഫ്രീലാൻസിങ്. ഫ്രീലാൻസിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ സ്കില്ലില്ലാതെ ഒരിക്കലും ഫ്രീലാൻസർ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റില്ല. സ്കില്ല് ഡെവലപ്പ് ചെയ്യുക, അതായത് എന്തെങ്കിലും കോഴ്സ് ഇതുപോലെ പഠിക്കുക, ആ സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് വർക്ക് ചെയ്യുന്നതാണ് ഫ്രീലാൻസിങ്. ഓക്കെ. ക്ലിയർ ആയോ? ഇനി ഇനി ഇവിടെ കുറെ പേര് ചിന്തിക്കുന്നുണ്ടായിരിക്കും, ഇവർ കുറെ നേരമായി കോഴ്സ് കോഴ്സ് എന്ന് പറയുന്നു, എന്ത് കോഴ്സാണ് ഇവർ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. അപ്പൊ നമ്മുടെ കമ്പനിയിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള കോഴ്സുകൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞാൻ ഒന്നുകൂടെ സ്ക്രീൻ ഷെയർ ചെയ്യാണ്, നോക്കിക്കോ. ഓക്കെ. അപ്പൊ നമുക്ക് 4 പാക്കേജസ് ആണ് ഇവിടെ വരുന്നത്. നമ്മുടെ ആദ്യത്തെ പാക്കേജ് എന്ന് പറയുന്നത് ബ്രാൻഡിംഗ് മാസ്റ്ററി. ഈ ഒരു ബ്രാൻഡിംഗ് മാസ്റ്ററിയിൽ എന്തൊക്കെ കോഴ്സസ് ആണ് വരുന്നതെന്ന് നിങ്ങൾ ഒന്ന് ഓടിച്ച് നോക്കിക്കോ. വേണമെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തോ. വീഡിയോ സൂപ്പർ സ്റ്റാർ, ഫേസ്ബുക്ക് മെസഞ്ചർ മാർക്കറ്റിംഗ്, ഇൻസ്റ്റാഗ്രാം മാസ്റ്റർ മൈൻഡ്, ഇങ്ങനെ 9 ടോപ്പിക് വരുന്നത്. എനിക്കെല്ലാം വായിക്കാൻ വയ്യ. ശരിക്കും ഇത്ര നേരം അലച്ചപ്പം തന്നെ എന്റെ തൊണ്ട വേദനിക്കുന്നത് കൊണ്ടാണ് എല്ലാം വായിക്കാത്തത്. അപ്പം ഒന്ന് നോക്കുക കേട്ടോ. നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാണെങ്കിൽ എല്ലാവരും പെട്ടെന്ന് ഷടപടയെന്ന് എടുത്തോ. ഓക്കെ. അപ്പം ഇത്രയും കോഴ്സ് വരുന്ന ഒരു പാക്കേജ് ആയിരിക്കും നമ്മുടെ ബ്രാൻഡിംഗ് മാസ്റ്ററി. ഓക്കെ. ഇതിന്റെ കോഴ്സ് ഫീ വരുന്നത് 3499 രൂപ. കോഴ്സ് ഫീ എന്ന് കേട്ട ഉടനെ ഷടപടയുന്ന ആരും പോകരുത്. ഞാൻ പറയുന്നത് വരെ ലാസ്റ്റ് കേട്ടിട്ടേ പോകാം ദയവേത്. ഓക്കെ. ഓക്കെ. ഇനി രണ്ടാമത് വരുന്ന കോഴ്സ് നമ്മുടെ ട്രാഫിക് മാസ്റ്ററി. ഓക്കെ. ഇതാണ്
ഇതിൽ നമുക്ക് ഇൻസ്റ്റാഗ്രാം മാസ്റ്റർ മൈൻഡ്, ഫേസ്ബുക്ക് മാസ്റ്റർ മൈൻഡ്, ഗൂഗിൾ ആഡ്സ് മാസ്റ്റർ മൈൻഡ് ഇതൊക്കെ വരും. ഓക്കെ, ഇമെയിൽ മാർക്കറ്റിംഗ് എല്ലാം വരുന്നത് നമുക്ക് ഈ ട്രാഫിക് മാസ്റ്ററിയിലാണ്. അപ്പം ഇതിന്റെ കോഴ്സ് ഫീ വരുന്നത് 5,999 രൂപയാണ്. ഓക്കെ, ഇതൊക്കെ ഈ കോഴ്സ് ഫീ എന്ന് ഞാൻ പറഞ്ഞില്ലേ ഇപ്പം, ഇതൊക്കെ ശരിക്കുള്ള വെബ്സൈറ്റ് പ്രൈസുകളല്ല കേട്ടോ. വെബ്സൈറ്റ് പ്രൈസ് ഒക്കെ ഇതിലും കൂടുതലാണ്. അപ്പൊ ഇതൊക്കെ നമ്മൾ ഒരു റെഫറൽ ലിങ്ക് വഴി ജോയിൻ ചെയ്യുമ്പോൾ ഉള്ള ഒരു കോഴ്സ് ഫീ ആണ് കേട്ടോ. അടുത്തത് ഇൻഫ്ലുവൻസ് മാസ്റ്ററി. ഇവിടെയാണെങ്കിൽ നമുക്ക് മാസ്റ്റർ പബ്ലിക് സ്പീക്കിംഗ്, കോണ്ടന്റ് റൈറ്റിംഗ്, കോപ്പി റൈറ്റിംഗ്, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം, സെയിൽസ് മാസ്റ്റർ, ഇതെല്ലാം നമുക്ക് ഇതിൽ ഒരു ഇൻഫ്ലുവൻസ് മാസ്റ്റർ എടുക്കുകയാണെങ്കിൽ വരും. പിന്നെ ഇതിന്റെയൊക്കെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ കണ്ടോ, നമുക്ക് ഇതിന് താഴെയുള്ള എല്ലാ പാക്കേജസും നമുക്ക് ഇതിന്റെ കൂടെ ഫ്രീ ആയിട്ടും കിട്ടും. നെക്സ്റ്റ് ഏറ്റവും ലാസ്റ്റ് നമ്മുടെ ഫിനാൻസ് മാസ്റ്ററി. ഓക്കെ, ഇതിൽ സ്റ്റോക്ക് മാർക്കറ്റ് മാസ്റ്ററി ബിഗിനർ തൊട്ട് അഡ്വാൻസ്ഡ് വരെ ഉണ്ട്. പിന്നെ ഞാൻ ഇതുവരെ പറഞ്ഞ എല്ലാ പാക്കേജുകളും ഫ്രീ ആയിട്ടും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയും 4 പാക്കേജാണ് നമുക്ക് നിലവിൽ ഇതുവരെ ഉള്ളത്. നമുക്ക് നാളെ നമ്മുടെ ബിസ് ഗുരുക്കളുടെ ബൂട്ട് ക്യാമ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്, ഇന്ന് നാളെയും നാളെ കഴിഞ്ഞുമായിട്ട്. അപ്പൊ അതിൽ എന്തോ ഒരു സ്പെഷ്യൽ ലോഞ്ച് ഉണ്ടെന്ന് ഇതുവരെ പറഞ്ഞിട്ടുണ്ട്. അതെന്താണെന്ന് പറഞ്ഞിട്ടില്ല, ഒരു സർപ്രൈസ് ഇട്ടിരിക്കുകയാണ്. അത് നാളെ അറിയത്തുള്ളൂ ഇതുപോലെ എന്തെങ്കിലും കോഴ്സ് പാക്കേജ് ആണോ എന്താണെന്നുള്ളത്. ഓക്കെ, അത് കഴിയുമ്പോഴത്തേക്കും ഞാൻ അത് സ്റ്റേറ്റസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നതായിരിക്കും, നോക്കിക്കോ കേട്ടോ. അപ്പൊ ഇതുവരെ നമുക്കുള്ള പാക്കേജസ് ആണ്. അപ്പം ഇതിന്റെ കമ്മീഷൻ കൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇവിടെ ബ്രാൻഡിംഗ് മാസ്റ്ററിക്കാർക്ക് ഏൺ ചെയ്യാൻ പറ്റുന്നതാണ് പെർ രജിസ്ട്രേഷന് 2000. ഓക്കെ, ട്രാഫിക് മാസ്റ്റർ എടുത്ത ഒരാൾക്ക് 2000 to 4000 വരെ ഏൺ ചെയ്യാം. ഇൻഫ്ലുവൻസ് മാസ്റ്റർ എടുത്ത ഒരാൾക്ക് 2000 to 7000 വരെ ഏൺ ചെയ്യാൻ പറ്റും. ഫിനാൻസ് മാസ്റ്റർ എടുത്ത ആൾക്ക് 2000 to 10,000 വരെ ഏൺ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതിന്റെ ഒരു സ്ക്രീൻഷോട്ട് ഷെയർപ്പെടാൻ എടുത്തോ. ഇല്ലെങ്കിൽ ആർക്കെങ്കിലും പിന്നെ ഷെയർ ചെയ്ത് തരണം എന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ ഷെയർ ചെയ്ത് തരാം കേട്ടോ. ഓക്കെ, ഇനി അപ്പൊ നമുക്ക് കോഴ്സ് ഇത്രയേ ഉള്ളൂ, നമുക്ക് വർക്ക് ഇത്രയേ ഉള്ളൂ. ഇനി ഞാൻ ഈ കോഴ്സ് എന്ന് പറഞ്ഞത് എന്തിനാണെന്നും ഈ കോഴ്സ് എടുക്കുന്ന കാര്യം എന്താണെന്നൊക്കെ പറയാം. നമ്മൾ ഈ ഒരു കമ്പനിയിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഇവിടുത്തെ രജിസ്റ്റർ മെമ്പർ ആയിട്ട് മാത്രമേ വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ നിങ്ങൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഇതിലൊരു കോഴ്സ് പർച്ചേസ് ചെയ്ത് മാത്രമേ നിങ്ങൾക്ക് ഇവിടെ ജോയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഞാൻ നിങ്ങളോട് ഒരിക്കലും ഷടപടയെന്ന് പോയി ഏറ്റവും വലിയ പാക്കേജ് എടുക്കണമെന്നൊന്നും പറയില്ല. ഞാൻ ഇവിടെ ജോയിൻ ചെയ്തത്, ഞാൻ പറഞ്ഞല്ലോ, എന്റെ കയ്യിൽ 5 പൈസ ഇല്ലാതിരുന്നപ്പോഴാണ് ഞാൻ ഇവിടെ ജോയിൻ ചെയ്തത്. അപ്പം കിട്ടുന്ന കുറച്ച് കാശ്, 5 രൂപ, 10 രൂപ, 100 രൂപയൊക്കെ മാറ്റി വെച്ച് ഒക്കെയാണ് ഞാൻ 3,499 രൂപ ആക്കിയിട്ട് ഞാൻ ഇവിടെ ജോയിൻ ആയത്. ജോയിൻ ചെയ്ത് ഞാനിവിടെ നല്ലൊരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഞാനത് അപ്ഗ്രേഡ് ചെയ്ത് 15,000ന്റെ ആ പാക്കേജിലോട്ട് മാറ്റി. ഇങ്ങനെയാണ് കേട്ടോ ഞാൻ ചെയ്തത്. അപ്പം നിങ്ങൾ ഒരു ലോ പാക്കേജ് എടുത്ത് മുന്നോട്ട് പോകാനാണ് എന്റെ സജഷൻ. ഇല്ല മാം, എനിക്ക് കുഴപ്പമില്ല, ഞാൻ ഹൈ പാക്കേജ് ഡയറക്റ്റ് എടുക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുക്കാം, അത് വളരെ നല്ലത് തന്നെയാണ്. പിന്നെ ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ ഈ കമ്പനിയിൽ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ഉണ്ടെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം, ഞാനിവിടെ ബേസിക് പാക്കേജിന്റെ പ്രൈസ് പറഞ്ഞത് എത്രയാണ്? 3,499 രൂപയാണ്. മാം, 3,499 രൂപ പോയിട്ട് 100 രൂപ പോലും എന്റെ കയ്യിൽ എടുക്കാനില്ല എന്ന സിറ്റുവേഷൻ ഇല്ലെങ്കിൽ എന്ന കാര്യം പറയുന്ന നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളൊരു ബുക്കും പേന എടുക്കുക കേട്ടോ. എടുത്തിട്ട് നിങ്ങൾക്ക് ഒരു മാസം നിങ്ങൾ ചെലവാക്കുന്ന എല്ലാ കാര്യങ്ങളും നോട്ട് ചെയ്യുക, അതിന്റെ എമൗണ്ട് നോട്ട് ചെയ്യുക, എന്നിട്ട് എത്ര ഉണ്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. എല്ലാം നിങ്ങൾ നെറ്റ് റീചാർജ് ചെയ്യുന്നത് തൊട്ട് എല്ലാം നിങ്ങൾ നോട്ട് ചെയ്ത്. ഒരു മാസം നെറ്റ് റീചാർജ് ചെയ്യാതിരിക്കുമോ? അല്ലെങ്കിൽ ഫോൺ ഇല്ലാതെ നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റുമോ? നിങ്ങളുടെ ഫോൺ കൊടുത്തിട്ട് ഫോൺ ഇല്ലാതെ നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റുമോ? അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം നിങ്ങൾ നോട്ട് ചെയ്യുക. നിങ്ങൾ എത്രത്തോളം ചെലവാക്കുന്നുണ്ടെന്ന് നോക്കുക. ഓക്കെ, നമ്മളെ എല്ലാ ആവശ്യങ്ങൾക്കും ഇത്രയും ചെയ്യാൻ പറ്റുന്ന നമുക്ക് വേണ്ടിയിട്ട്, നമ്മുടെ ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു ചെറിയ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ പറ്റില്ലേ? ഗൈസ്, ഞാൻ ഇത്രയും പറഞ്ഞിട്ടും പറ്റില്ല എന്ന് സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളോട് ഒന്നും പറയാനില്ല. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഫ്യൂച്ചറിൽ നമുക്കത് ഇങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല, നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആണ്, നമ്മുടെ ലൈഫാണ്, നമ്മൾ സ്റ്റാൻഡ് എടുക്കണമെന്ന് തോന്നുമ്പോൾ നിങ്ങൾ സ്റ്റാൻഡ് എടുക്കുക. ഓക്കെ, എനിക്ക് അത്രേ പറയാനുള്ളൂ. മറ്റാൾക്കാരോട് ലൈഫിൽ എനിക്ക് എങ്ങനെയെങ്കിലും സക്സസ് ചെയ്തേ പറ്റൂ മാം, എനിക്ക് വേറെ വഴിയില്ല എന്ന് പറഞ്ഞു വന്നവരുണ്ട്. ഞാൻ നിങ്ങളോടാണ് സംസാരിക്കുന്നത്. ഓക്കെ, നിങ്ങൾ ആലോചിച്ച് നോക്കുക. നിങ്ങളുടെ ഫ്യൂച്ചറാണ്, നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ആണ്. നാളെ ആരും വന്ന് നിൽക്കില്ല. നാളെ നമ്മുടെ ലൈഫ് എന്താണെന്ന് നമുക്കറിയില്ല, എനിക്കറിയില്ല. നാളെ എനിക്ക് എന്താ പറ്റുന്നതെന്ന് എനിക്കറിയില്ല. അപ്പം ഇന്ന് എനിക്ക് എന്ത് എന്റെ ഫാമിലിക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുമോ എനിക്കത് ചെയ്യണം. അതാണ് എന്റെ ചിന്ത, അതാണ് എന്റെ മൈൻഡിൽ ഫുള്ള്. ഞാൻ എത്രത്തോളം കാലം ഉണ്ടോ അത്രയും കാലം എനിക്ക് എന്തൊക്കെ അവർക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുമോ അതെല്ലാം എനിക്ക് ചെയ്തിരിക്കണം. അങ്ങനെ ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ 1 വർഷം കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മളുടെ അവസ്ഥ ഒരിക്കലും ഇതായിരിക്കരുത്. ഞാൻ നിങ്ങളോട് ആദ്യം പറഞ്ഞു, ഞാൻ കൊറോണ സമയം തൊട്ട് നോക്കുകയാണ് ഒരു ഓൺലൈൻ ജോബ്. ഗൈസ്, ഈ 4 മാസത്തിന് മുന്നേ വരെ അതേ അവസ്ഥയായിരുന്നു എനിക്ക്. ഞാൻ ഓപ്പൺ ആയിട്ട് നിങ്ങളോട് പറയാലോ, ഗതി കെട്ടിട്ട് വേറെ വഴിയില്ലാതെ ഞാൻ എവിടാണെന്നൊന്നും പറയുന്നില്ല, സെയിൽസ് ഗേൾ ആയിട്ട് വർക്ക് ചെയ്യാൻ പോയിട്ടുണ്ട് ഒരു കടയിൽ, ഷോപ്പിൽ, ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ. എനിക്ക് ആർക്കും അറിയത്തില്ല, എന്റെ വീട്ടിൽ പോലും അറിയത്തില്ല ആ കാര്യം. അപ്പം അത്രയ്ക്ക് സ്ട്രഗിൾ ചെയ്തൊരു വ്യക്തിയാണ് ഞാൻ. ഇന്ന് ഞാൻ സുഖമായിട്ട് എന്റെ ഫോൺ യൂസ് ചെയ്ത് ഞാൻ ഡെയിലി 2,000 മുതൽ 2,000 ഞാൻ ചെയ്യാറുണ്ട്.
ചില ദിവസം 6000 ഏൺ ചെയ്യാറുണ്ട്, ചില ദിവസം 10,000 കൂടെ പെർ ഡേ ഉള്ള എന്റെ ഇൻകമാണ് ഞാൻ പറയുന്നത്. 10,000 കൂടുതലാണ് എനിക്ക് കയ്യിൽ കിട്ടുന്നത്. ഇത്രയും ഞാൻ ഏൺ ചെയ്യുന്നുണ്ടെങ്കിൽ അത് എന്റെ ലൈഫിന് വേണ്ടിയിട്ട്, എനിക്ക് വേണ്ടിയിട്ട്, എന്റെ ഫാമിലിക്ക് വേണ്ടിയിട്ട് ഞാൻ എടുത്ത സ്റ്റാൻഡാണ്. ഓക്കെ. അപ്പൊ അങ്ങനെ തിങ്ക് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് പറ്റാത്തതായിട്ടൊന്നുമില്ല. നമ്മൾ മനസ്സ് വെക്കണം. പിന്നെ ഞാൻ ഉടനെ നിങ്ങൾ വന്നാലേ പറ്റൂ, ഉടനെ വന്ന് ജോയിൻ ചെയ്യണം, ഇന്ന് തന്നെ ചെയ്യണം, അങ്ങനെയൊന്നും ഞാൻ നിങ്ങൾക്ക് ആർക്കും പ്രഷർ തരില്ല. നിങ്ങൾ ഇവിടെ ജോയിൻ ചെയ്യണമെന്ന് ഞാൻ നിങ്ങളെ നിർബന്ധിക്കത്തുമില്ല. കാരണം നിങ്ങളുടെ ലൈഫ് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. പക്ഷെ നിങ്ങൾ വന്നാൽ എന്റെ അടുത്ത് എന്നെ വിശ്വസിച്ച് എന്റെ ടീമിൽ നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളെ സക്സസ് ആക്കും എന്നുള്ളത് 100% ഷുവർ ആണ് കേട്ടോ. ജസ്റ്റ് നിങ്ങളെ കൊണ്ടുവന്ന് ചേർത്ത് വിട്ടിട്ട് പറഞ്ഞു വിടുന്ന ഒരാളല്ല ഞാൻ. അതിവിടെ ജോയിൻ ചെയ്ത് ഈ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്ന ആളുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം. ഓക്കെ. അങ്ങനെയുള്ള ആരെങ്കിലും ഈ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്കറിയാം. അവരുടെ ഏത് സിറ്റുവേഷനിലും ഞാൻ കൂടെ നിൽക്കാറുണ്ട്, അവരെ ഗൈഡ് ചെയ്യാറുണ്ട്. അവരുടെ സക്സസ് ആകുന്നിടം വരെ ഉറപ്പായിട്ടും അങ്ങനെ വരുന്നവർക്ക് ഞാൻ കൂടെ കാണും.